ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദാലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1 കപ്പ് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. അതായത് ചുമന്ന പരിപ്പില്ലേ അതാണ്. അപ്പം നമുക്ക് സാധാരണ മറ്റേ മഞ്ഞ പരിപ്പുണ്ടെങ്കിൽ അതും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു പരിപ്പാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ പരിപ്പ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സ്ലൈസ് ചെയ്ത സവാളയും അതേപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന്, അതായത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിൽ മതിയാവും. അപ്പോൾ ഓരോ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. അങ്ങനത്തെ 3 വിസിലിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചുമന്ന ഒരു പരിപ്പിട്ടപ്പോൾ ഒരു മഞ്ഞ പരിപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം സ്പൂൺ വെച്ച്. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്കിത് താളിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഇവിടെ കടുക് അത്ര പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയില്ല അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതും, വറ്റൽമുളക് ഒരു 2 എണ്ണം അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ താളിക്കൽ പരിപാടിക്കുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ പരിപ്പിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടാക്കിയ തിളപ്പിച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് കറി റെഡിയായി. അപ്പോൾ എന്ത് ഈസി ആയിട്ടാണ് ഞാൻ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കൂട്ടി കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കൺ ഇല്ലേ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വസ്സലാമ.